കൊച്ചുകൃഷ്ണമേനോന്റെ മരണശേഷം പൂവരങ്ങിൽ താമസം തുടങ്ങിയ മുതൽ ഇന്ദുലേഖയും മാധവനും തമ്മിൽ വളരെ സ്നേഹമായി തീർന്നു. മദിരാശിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയങ്ങളിൽ എല്ലായ്പ്പോഴും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചും കളിച്ചും ചിരിച്ചും സമയം കഴിച്ചു. ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദുലേഖയ്ക്കും മാധവനും പരസ്പരം കുറേശ്ശെ അനുരാഗം തുടങ്ങി. എന്നാൽ ഇത് അന്യോന്യം ലേശം പോലും അറിയിച്ചിട്ടില്ല. ഇന്ദുലേഖ അക്കാലം കേവലം അറിയിക്കാഞ്ഞതും മാധവന്റെ പഠിപ്പിന് വല്ല വിഘ്നവും അതിനാൽ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. മാധവൻ അറിയിക്കാഞ്ഞത് കുറെ ലജ്ജിച്ചിട്ടും പിന്നെ തനിക്ക് ഇക്കാര്യം സാധ്യമാവാൻ പ്രയാസമുള്ളതായിരിക്കാമെന്ന് ശങ്കിച്ചിട്ടും ആകുന്നു. അങ്ങനെ തോന്നാൻ മാധവന് നല്ല കാരണമുണ്ടായിരുന്നു. ഇന്ദുലേഖ മലയാളത്തിൽ എങ്ങും പ്രസിദ്ധപ്പെട്ട ഒരു സ്ത്രീരത്നമായിരുന്നു. മഹാരാജാക്കന്മാർ മുതലായി പലരും ഈ കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടെ പഞ്ചുമേനോന് കിട്ടുന്ന കത്തുകളാലും പൂവരങ്ങിലും മറ്റും വച്ച് ഇതിനെപ്പറ്റി ആളുകൾ തമ്മിലുണ്ടാവുന്ന പ്രസംഗങ്ങളാലും മാധവന് നല്ലവണ്ണം അറിവുണ്ട്. ഇങ്ങനെയിരിക്കെ അന്ന് ഒരു സ്കൂൾ കുട്ടിയായ താൻ ഇതിന് മോഹിക്കുന്നത് വെറുതെ എന്ന് മാധവന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമുണ്ടായ വിചാരം ഇങ്ങനെയാണെങ്കിലും ക്രമേണ ഇന്ദുലേഖയിൽ മാധവന് അനുരാഗം വർദ്ധിച്ചു തന്നെ വന്നു. മദിരാശിയിൽ നിന്ന് വീട്ടിൽ വന്നു പാർക്കുന്ന കാലത്ത് പകൽ മുഴുവനും ഇന്ദുലേഖയുടെ കൂടെ തന്നെയാണ് മാധവൻ എന്നു പറയാം. വല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടും പാട്ട്, പിയാനോ, ചതുരംഗം മുതലായതുകൊണ്ട് വിനോദിച്ചും വൈകുന്നേരം പിരിയാറാകുമ്പോൾ രണ്ടുപേർക്കും ഒരു ദിവസവും പകൽ സമയം മതിയായില്ലെന്ന് തോന്നാതിരുന്നിട്ടില്ല. ഇങ്ങനെ കുറേ കാലം മദിരാശിയിൽ നിന്ന് മാധവൻ വീട്ടിൽ വന്ന് സമയങ്ങൾ മുഴുവനും അന്യോന്യം രസിച്ചും അഹങ്കരിച്ചും വിനോദിച്ചും കഴിഞ്ഞു. ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള സംബന്ധസ്ഥിതി കൊണ്ടും രൂപം കൊണ്ടും പഠിപ്പ് കൊണ്ടും ഇവരു തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ചു വന്നതിൽ അല്പം ചില ആളുകൾ ഒഴികെ ശേഷം എല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ദുലേഖയെ മാധവനെ ഭാര്യയായി കിട്ടുമോ എന്ന് പിന്നെയും ഒരു ശങ്ക എല്ലാവർക്കും ഉണ്ടായി. മലയാളത്തിലെ സ്ഥിതി അറിയുന്ന ആൾക്ക് ഈ ശങ്ക ഉണ്ടാവാതിരിപ്പാൻ പാടില്ലല്ലോ. തിരുവനന്തപുരത്ത് പൊന്നുതമ്പുരാൻ കൂടി ഇന്ദുലേഖയെ അമ്മച്ചിയാക്കി കൊണ്ടുപോകാൻ ആലോചനയുണ്ടെന്നാണ് ആ കാലത്ത് പഞ്ചുമേനോന്റെ മുഖത്തിൽ നിന്നും തന്നെ ചിലർ കേട്ടിട്ടുള്ളത്. അപ്പോൾ മേൽപ്പറഞ്ഞ ശങ്ക ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നതിന് കുറേ മുമ്പ് മാധവൻ BL പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വന്നു. മുമ്പത്തെ പ്രകാരം ഇന്ദുലേഖയുമായി കളിച്ചും വിനോദിച്ചും ഇരുന്നുവെങ്കിലും ക്രമേണ മാധവന് ഇന്ദുലേഖയിൽ അനുരാഗം വർദ്ധിച്ചു കലശലായിത്തീർന്നു. എന്ത് പൊന്നു തമ്പുരാൻ, ഏത് രാജാവ്, എൻ്റെ ഇന്ദുലേഖ എൻ്റെ ഭാര്യ തന്നെ, അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറച്ചു തുടങ്ങി. ഈ കാലത്ത് ഇന്ദുലേഖയുടെ മനസ്സെന്താണെന്ന് അറിവാൻ മാധവന് അത്യാഗ്രഹമുണ്ടായിരുന്നു. ഇന്ദുലേഖയ്ക്ക് മാധവനോട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ളതിനേക്കാൾ പക്ഷേ അധികം അനുരാഗം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദുലേഖ മാധവനോട് ഇതിനെക്കുറിച്ച് യാതൊരു പ്രകാരവും നടിച്ചില്ല. കളി, ചിരി, പാട്ട് മുതലായതു കൂടാതെ എല്ലായ്പ്പോഴും അതിൽ അധികം ഒന്നും ഇന്ദുലേഖയുടെ പ്രകൃതങ്ങളിൽ നിന്ന് മാധവന് അറിവാൻ കഴിഞ്ഞില്ല. മാധവൻ അല്പം പ്രസരിപ്പുള്ള കുട്ടിയാകയാൽ മാധവന്റെ മനസ്സിന്റെ ചേഷ്ടകൾ ഈയിടെ കുറേശ്ശെ പുറത്തു കാണാറായി തുടങ്ങി. അതിനൊന്നും ഇന്ദുലേഖ അശേഷം വിരോധവും വിമുഖതയും ഭാവിക്കയില്ല. എങ്കിലും തൻ്റെ അനുരാഗ ചേഷ്ടകൾ എല്ലാം മാധവനിൽ നിന്ന് കേവലം മറച്ചു വച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം മാധവനും ഇന്ദുലേഖയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കെ മാധവൻ
താൻ വെക്കേണ്ട കരു കയ്യിലെടുത്ത് ഇന്ദുലേഖയുടെ മുഖത്തേക്ക് അസംഗതിയായി നോക്കിക്കൊണ്ട് കളിക്കാതെ നിന്നു. ഇന്ദുലേഖ: എന്താണ് കളിക്കാത്തത്? കളിക്കരുതേ. മാധവൻ: കളിക്കാൻ എനിക്ക് ഇന്ന് അത്ര രസം തോന്നുന്നില്ല. ഇന്ദുലേഖ: ഈയിടെ കളി കുറെ അമാന്തമായിരിക്കുന്നു. പക്ഷേ പരീക്ഷയുടെ കാര്യം അറിയാത്ത സുഖക്കേടുകൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചിട്ടൊരു സാധ്യവുമല്ലല്ലോ. മനസ്സിന് വെറുതെ സുഖക്കേടുണ്ടാക്കരുത്. മാധവൻ: പരീക്ഷയുടെ കാര്യം ഞാൻ വിചാരിച്ചിട്ടേയില്ല. മനസ്സിന് സുഖക്കേട് വരുത്താനും വരാതിരിപ്പാനും കാരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ആ കാരണങ്ങളെ പരിഹരിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും ഒരുവന് എങ്ങനെ മനസ്സിനെ സ്വാധീനമാക്കി വെപ്പാൻ കഴിയും? ഇന്ദുലേഖ: മനസ്സിനെ സ്വാധീനമാക്കി വെക്കണം, അതാണ് ഒരു പുരുഷന്റെ യോഗ്യത. മാധവൻ: സ്ത്രീയുടെ യോഗ്യതയോ? ഇന്ദുലേഖ: ഒരു സ്ത്രീ ഇപ്പോൾ മനസ്സിന് സുഖക്കേട് തോന്നി കളിപ്പാൻ രസമില്ലെന്ന് പറഞ്ഞില്ല. മാധവനല്ലേ കളിപ്പാൻ ഇന്ന് അത്ര രസം തോന്നുന്നില്ലെന്ന് പറഞ്ഞത്? മാധവൻ: പക്ഷേ ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ദുലേഖ: ഞാനത് പരീക്ഷിച്ചിട്ടില്ല. സ്വാധീനം ഇല്ലെന്ന് തോന്നുമ്പോൾ അല്ലേ ഈ പരീക്ഷ ചെയ്യേണ്ടത്? സ്വാധീനമില്ലെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാൻ സംഗതി ഉണ്ടായിട്ടില്ല. മാധവൻ: മനസ്സിനെ ഇച്ഛിക്കുന്നത് സകലവും സാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിമിത്തം ഉപദ്രവമുണ്ടാവാൻ ഇടയില്ല. ഇന്ദുലേഖയ്ക്ക് അങ്ങനെ സകലതും സാധിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരിക്കും മനസ്സിനെ പരീക്ഷിപ്പാൻ ഇടയാവാഞ്ഞത്. ഇന്ദുലേഖ: എൻ്റെ മനസ്സ് സാധ്യമല്ലാത്തതിൽ ആഗ്രഹിക്കാറില്ല. ഇത് എൻ്റെ മനസ്സിന് സ്വതസിദ്ധമായ ഒരു ഗുണമാണെന്ന് അറിഞ്ഞു ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് മാധവൻ പറഞ്ഞത് ശരി തന്നെ. എൻ്റെ മനസ്സ് വ്യാപരിക്കുന്നതിൽ ഒന്നിലും എനിക്ക് വ്യസനിപ്പാൻ ഇടയുണ്ടായിട്ടില്ല. മാധവൻ: അങ്ങനെ എല്ലായ്പ്പോഴും വരുമോ? അങ്ങനെ വന്നാൽ തന്നെ അത് മനസ്സിനെ സ്വാധീനമാക്കിയിട്ടല്ലേ? ഇന്ദുലേഖ: അല്ല, മനസ്സിനെ സ്വാധീനമാക്കണമെങ്കിൽ അതിന് വേറെ ചില സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം. ധൈര്യം, ക്ഷമ മുതലായ സാധനങ്ങളെ ഉപയോഗിച്ചിട്ട് വേണം മനസ്സിനെ സ്വാധീനമാക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എൻ്റെ മനസ്സ് സ്വസ്ഥതയിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത അതിന് സഹജമായ ഒരു ഗുണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാധവൻ: ഇന്ദുലേഖയ്ക്ക് ക്ഷണസാധ്യമല്ലാത്ത യാതൊരു കാര്യത്തിലും ഇന്ദുലേഖയുടെ മനസ്സ് ഇതുവരെ വ്യാപരിച്ചിട്ടില്ലേ? ഇന്ദുലേഖ: ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ക്ഷണസാധ്യമെന്ന് മാധവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. സാധ്യാസാധ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാധവൻ: ഞാൻ ദൃഷ്ടാന്തം പറയാം. ഇപ്പോൾ ഇന്ദുലേഖ അതിമനോഹരമായും അതിപരിമളത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു പുഷ്പത്തെ കാണുന്നു. അതിനെ കാണുമ്പോൾ ആ പുഷ്പത്തെ നിഷ്പ്രയാസേന കിട്ടാൻ തരമില്ലെന്ന് അറിവുണ്ടെങ്കിലും ഉടനെ അതിനെ തൻ്റെ കയ്യിലെടുത്ത് അതിൻ്റെ പരിമളത്തെ അനുഭവിക്കണമെന്ന് ഒരു മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹം ഇന്ദുലേഖയ്ക്ക് ഉണ്ടാവുന്നില്ലേ? അത് അപ്പോൾ തന്നെ ആണെങ്കിലേ ഉണ്ടാവുന്നുള്ളൂ. അതല്ല സാധ്യമോ അസാധ്യമോ ക്ഷണസാധ്യമോ വിളംബസാധ്യമോ എന്നുള്ള ആലോചന കഴിഞ്ഞിട്ട് മാത്രമോ പുഷ്പത്തെപ്പറ്റി ആഗ്രഹമുണ്ടാവുന്നത്? ഇന്ദുലേഖ: പുഷ്പം ഭംഗിയും പരിമളവും ഉള്ളതാണെന്ന് അതിൻ്റെ കാഴ്ചയിൽ ബോധ്യം വന്നാൽ എൻ്റെ മനസ്സ് ആ പുഷ്പത്തെ ഉദ്ദേശിച്ച് ആഹ്ലാദപ്പെടുമായിരിക്കാം. അത് എടുപ്പാൻ യോഗ്യവും സാധ്യവും ആണെന്ന് കൂടി ബോധ്യമാവുന്നതിന് മുമ്പ് അത് എടുത്ത് കയ്യിൽ വെക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവുകയില്ല. അതാണ് എൻ്റെ മനസ്സിന് ഒരു ഗുണം ഞാൻ കാണുന്നത്. മാധവൻ: ഇപ്പോൾ ഇന്ദുലേഖ പറഞ്ഞതും ഞാൻ മുമ്പ് പറഞ്ഞതും ഒന്നു തന്നെ. മനസ്സ് ആഹ്ലാദപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂക്ഷ്മത്തിൽ മനസ്സിൽ അതിനെപ്പറ്റി കൗതുകം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആഹ്ലാദത്തിൽ അതിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹവും അന്തർഭവിച്ചിരിക്കുന്നു. എന്നാൽ
പിന്നെ ആ ആഗ്രഹം സാധ്യമോ ദുസ്സാധ്യമോ എന്ന് ആലോചിച്ചിട്ടേ അതിൻ്റെ നിവൃത്തിക്ക് ഇന്ദുലേഖ ശ്രമിക്കുകയുള്ളൂ. അത്രമാത്രമാണ് ഇന്ദുലേഖ ഇപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശരിയാണെങ്കിൽ ഇന്ദുലേഖ ആഗ്രഹത്തെ ജയിക്കുന്നതു ധൈര്യം കൊണ്ടും ക്ഷമ കൊണ്ടുമാണെന്ന് സ്പഷ്ടമാണ്. ഇന്ദുലേഖ: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മാധവന് മനസ്സിലായില്ല. ഒന്നാമത് മാധവന്റെ പുഷ്പത്തിന്റെ ഉപമ തന്നെ നന്നായില്ല. ഇതിലും നന്നായിട്ട് ഞാനൊരു ഉപമ പറഞ്ഞ് മാധവനെ ബോധ്യപ്പെടുത്താം. ഞാൻ യൗവനയുക്തയായ ഒരു സ്ത്രീയാണ്. ഞാൻ സുന്ദരനായ ഒരു യുവാവിനെ കാണുന്നു. ആ യുവാവ് എൻ്റെ ഭർത്താവായിരിക്കാൻ യോഗ്യനോ എന്ന് എൻ്റെ മനസ്സിന് ബോധ്യപ്പെടുന്നതിന് മുൻപ് ആ പുരുഷനിൽ എൻ്റെ മനസ്സ് പ്രവേശിക്കുകയില്ല. ഇവിടെ മനസ്സ് ഒന്നാമത് പ്രവേശിച്ചിട്ട് പിന്നെ ഞാൻ ധൈര്യം കൊണ്ട് മനസ്സിനെ നിവർത്തിക്കുന്നതല്ല. എൻ്റെ മനസ്സ് ഒന്നാമത് പ്രവേശിക്കുന്നതേയില്ല. അതുപ്രകാരം തന്നെ ധനത്തിൽ, ന്യായമായ വിധം ആർജിക്കപ്പെടുന്ന ധനത്തിൽ അല്ലാതെ എനിക്ക് ആഗ്രഹമേ ഉണ്ടാവുന്നില്ല. ഇതെല്ലാം മനസ്സിന് ചിലർക്ക് സഹജമായ ഗുണമായി ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയല്ല. മനസ്സിൻ്റെ ധർമ്മം കിട്ടുന്നതിലും കിട്ടാത്തതിലും വേണ്ടുന്നതിലും വേണ്ടാത്തതിലും ഒരുപോലെ മനസ്സ് പ്രവേശിക്കും. പിന്നെ സാമർഥ്യവും ധൈര്യവും ബുദ്ധിയും ഉള്ളവരായാൽ ആ മനസ്സിനെ നിവർത്തിപ്പിച്ച് പാട്ടിൽ വയ്ക്കും. അതുകൊണ്ട് മാധവൻ ഞാൻ ഒടുവിൽ പറഞ്ഞ മാതിരിക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ബുദ്ധിസാമർഥ്യമുള്ള ആളാകയാൽ ദുസ്സാധ്യമായതോ അസാധ്യമായതോ ആയ വല്ല കാര്യത്തിലും മനസ്സ് ചാടിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ മടക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ മടക്കിയെടുക്കുന്നതിന് ശക്തിയുണ്ടായാൽ മനസ്സ് സ്വാധീനമായി. മാധവൻ: ഞാൻ ഇന്ദുലേഖ പറഞ്ഞതിൽ യോജിക്കുന്നില്ല. എങ്കിലും ഈ സംഗതിയെപ്പറ്റി ഞാൻ ഇനി തർക്കിക്കുന്നില്ല. എനിക്ക് മുന്നത്തെ പോലെ ഇന്ദുലേഖയുമായി തർക്കിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിന് സുഖമില്ല. ഇന്ദുലേഖ: ഞാൻ വിചാരിച്ചു ചതുരംഗം കളിക്കാനേ രസമില്ലാതായിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ എന്നോട് സംസാരിക്കാനും രസമില്ലെന്ന് കേട്ടത് ആശ്ചര്യം. മാധവൻ: എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഞാൻ ഒരു നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നു. വൃഥാ മനഖേദം ഉണ്ടാവുന്നത് നിർഭാഗ്യമല്ലേ? ഇന്ദുലേഖ: ആ ഖേദത്തെ പരിഹരിക്കാൻ ശക്തിയില്ലാതെ പോകുന്നത് നിർഭാഗ്യം. മാധവൻ: ആ ഖേദം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ആ ഖേദം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് ഇന്ദുലേഖ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇന്ദുലേഖ: ഖേദം എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചു. ഇന്ദുലേഖ: കളിക്കൂ. മാധവന്റെ കുതിരയെ ഞാൻ വെട്ടാൻ പോകുന്നു. കരു കയ്യിൽ പിടിച്ചും ഖേദം പറഞ്ഞ് മേൽപോട്ട് നോക്കിയത് മതി. കളിക്കൂ. കുതിരയെ രക്ഷിക്കാൻ കഴിയുമോ? കാണട്ടെ മിടുക്ക്. മാധവൻ: വരട്ടെ. ഞാനിപ്പോൾ കളിക്കുന്നില്ല. കളിച്ചാൽ ശരിയാവുകയില്ല. ഞാൻ കോച്ചിന്മേൽ കുറെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കരുമേശമേൽ തന്നെ വച്ച് മാധവൻ കോച്ചിന്മേൽ പോയി കിടന്നു. ഇന്ദുലേഖ അവിടുന്ന് ചിരിച്ചും കൊണ്ട് എഴുന്നേറ്റ് ശാകുന്തളം നാടകം ബുക്കെടുത്ത് ഒരു കസാലയിന്മേൽ ഇരുന്നു വായിച്ചു തുടങ്ങി. മാധവൻ: എന്താണ് ആ പുസ്തകം? ഇന്ദുലേഖ: ശാകുന്തളം. മാധവൻ: എവിടെയാണ് വായിക്കുന്നത്? ഇന്ദുലേഖ: എന്താണ്, ഉറക്കെ വായിക്കണോ? മാധവൻ: വായിക്കൂ. ഇന്ദുലേഖ ഒരു ശ്ലോകം വായിക്കുന്നു. ക്ഷാമക്ഷാമക പോല മാനന മുരഖ കാഠിന്യമുക്തസ്ഥന മധ്യ ക്ലാന്തതര പ്രക്രാമ വിനത വംസൗ ഛവി പാണ്ഡുര ശോച്യാ ച പ്രിയദർശന ച മദനക്ലിഷ്ടേയമാലക്ഷ്യതേ പത്രാണാമിവ ശോഷണേന മരുദാസ്പൃഷ്ടാ ലതാ മാധവി. മാധവൻ: ശിവ ശിവ,
ഇങ്ങനെയൊന്ന് കണ്ടിരുന്നാൽ എൻ്റെ വ്യസനം തീർന്നിരുന്നു. ഇന്ദുലേഖ: ശകുന്തളയെ എങ്ങനെ ഇനി കാണാൻ കഴിയും? ശകുന്തളയെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് കണ്ണ് മുറുക്കെ അടച്ചു കിടന്നോളൂ. എന്നാൽ ഒരു സമയം സ്വപ്നമെങ്കിലും കാണുമായിരിക്കും. മാധവൻ: ഇന്ദുലേഖ വളരെ സുന്ദരിയാണെങ്കിലും വിദുഷിയാണെങ്കിലും ഇന്ദുലേഖയുടെ മനസ്സ് വളരെ കഠിനമുള്ള മാതിരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: അതെ, എൻ്റെ മനസ്സ് വളരെ കഠിനമാണ്. ആട്ടെ, ശാകുന്തളത്തിൽ ഇനിയൊരു ശ്ലോകം ചൊല്ലട്ടെ. മാധവൻ: എന്താണ്? ഇന്ദുലേഖ മറ്റൊരു ശ്ലോകം വായിക്കുന്നു. അനാഘ്രാതം പുഷ്പം കിസലയമലൂനം കരരുഹൈ രണാവിദ്ധം രത്നം മധുനവ മനാസ്വാദി തരസം അഖണ്ഡം പുണ്യാനാം ഫലമിവ ച തദ്രൂപമനഘം ന ജാനേ ഭോക്താരം കമിഹ സമുപത്സ്യതി വിധി. മാധവൻ: അത് ഞാൻ ചൊല്ലേണ്ട ശ്ലോകമല്ലേ? ഇന്ദുലേഖ: ശാകുന്തളത്തിലുള്ളതാണ്, ആർക്കെങ്കിലും ചൊല്ലാം. മാധവൻ: മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഒരു അഹങ്കാരം വിചാരിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: തൻ്റെ സമസൃഷ്ടികളിൽ കരുണ വേണ്ട ദിക്കിൽ അതിനു പകരം പരിഹസിച്ചാൽ അത് അഹങ്കാരമല്ലേ? ദുഷ്ടതയായുള്ള അഹങ്കാരമല്ലേ? ഇന്ദുലേഖ: പരിഹസിച്ചാൽ അങ്ങനെ തന്നെ. മാധവൻ: ഇന്ദുലേഖ പരിഹസിക്കുന്നില്ലേ? ഇന്ദുലേഖ: ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വല്ലതും വായിക്കണോ? ഞാൻ ബുക്കെടുത്തു വരാം. മാധവൻ: എനിക്കൊന്നും വായിക്കണ്ട. ഇന്ദുലേഖ: എന്നാൽ ഭർതൃഹരി വായിച്ചോളൂ. മാധവൻ: എനിക്കൊന്നും വായിക്കണ്ട, ദയവ് ചെയ്ത് എന്നെ പരിഹസിക്കാതിരുന്നാൽ മതി. ഇന്ദുലേഖ: എന്നാൽ ഞാൻ കുറെ വീണ വായിക്കട്ടെ, മനസ്സിന് കുണ്ഠിതമുണ്ടെങ്കിൽ അത് പോകും. മാധവൻ: എനിക്ക് വീണ വായന കേൾക്കണ്ട. ഇന്ദുലേഖ: എന്നാൽ ഉറങ്ങിക്കോളൂ, ശകുന്തളയെയും വിചാരിച്ചോളൂ, വേണമെങ്കിൽ ആ നാടക ബുക്കും അടുക്കെ വച്ചോളൂ എന്നും പറഞ്ഞ് ഇന്ദുലേഖ ബുക്കും എടുത്ത് മാധവന്റെ അടുക്കൽ പോയി പുസ്തകം വേണ്ടേ എന്ന് ചോദിച്ചു. മാധവൻ: എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതിലെന്താണ് അങ്ങൊരു സുഖം? ഇന്ദുലേഖ: ഇത് പരിഹാസമോ? ഞാൻ അറിയില്ല. എന്നാൽ എന്തായാലും എനിക്ക് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതും പറയുന്നതും ബഹു സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മാധവൻ കളിക്കൂ, കുതിരയെ തടുക്കൂ, എണീക്കൂ. മാധവൻ: എനിക്ക് കുതിരയും മാനയും ഒന്നും വേണ്ട. ഇന്ദുലേഖ: ശകുന്തളയെ വിചാരിച്ച് കിടന്നാൽ മതി അല്ലേ? മാധവൻ: അതെ, ശരി, അത് മതി. ഇന്ദുലേഖ: എന്നാൽ അങ്ങനെയാവട്ടെ. ഈയിടെ നായാട്ടിന് പോവാറില്ലേ? തോക്കുകളും വെടിയും ഘോഷവും എല്ലാം ഒന്ന് നിലച്ചു കാണുന്നുവല്ലോ. ഇതിന് എന്ത് സംഗതി? മാധവൻ: എനിക്കൊന്നിനും മനസ്സില്ല. ഇന്ദുലേഖ: എന്താണ്, ബുദ്ധിക്ക് വല്ല സ്ഥിരക്കേടും തുടങ്ങാൻ ഭാവമുണ്ടോ? മാധവൻ: ഒരു സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: എന്നാൽ അതിന് വല്ല ഉപശാന്തിയും വരുത്തുവാൻ നോക്കണ്ടേ? മാധവൻ: നോക്കണം. ഇന്ദുലേഖ: എന്നാൽ മാധവന്റെ അച്ഛനോട് ഉടനെ പറയണം, ഞാൻ പറഞ്ഞു കളയാം. എനിക്ക് ചായ കുടിപ്പാൻ നേരമായി. മാധവനും ചായ കൊണ്ടുവരട്ടെ? മാധവൻ: എനിക്ക് ചായ വേണ്ട. ഇന്ദുലേഖ: പലഹാരം വേണമോ? മാധവൻ: വേണ്ട. ഇന്ദുലേഖ: എന്താണ്, വയറ്റിന് സുഖക്കേടുണ്ടോ? മാധവൻ: സകല ദിക്കിലും സുഖക്കേടു തന്നെ. ഇന്ദുലേഖ: എന്നാൽ ഇത് വല്ലാത്ത സുഖക്കേടു തന്നെ. മാധവൻ: വല്ലാത്ത രോഗം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു സമയം ഇതിൽ നിന്ന് സുഖപ്പെട്ടു വരാൻ പ്രയാസം. എൻ്റെ മനസ്സിന് ഒരിക്കലും സമാധാനം വരുമെന്ന് തോന്നുന്നില്ല. ഇന്ദുലേഖ, ഈ കോച്ചിന്മേൽ കുറെ ഇരിക്കൂ. വിരോധമുണ്ടോ? ഇന്ദുലേഖ: വളരെ വിരോധമുണ്ട്. മാധവൻ യൗവനയുക്തനായ ഒരു പുരുഷനായി, ഞാനും യൗവനയുക്തിയായ ഒരു സ്ത്രീയാണ്. പണ്ട് കുട്ടിയിൽ കളിച്ചതുപോലെ ഇനി കളിക്കാമോ? മാധവൻ: കോച്ചിന്മേൽ ഒന്നായി ഇരിക്കുന്നതിന് എന്താണ് വിരോധം? ഇന്ദുലേഖ: ബഹുവിരോധമുണ്ട്. ഒരിക്കലും ഒന്നായി ഇരിപ്പാൻ നമ്മൾക്കിപ്പോൾ പാടില്ല. മാധവൻ: എപ്പോഴെങ്കിലും പാടുള്ള ഒരു കാലം ഇനി ഉണ്ടാകുമോ എന്ന് അറിവാനും നിവൃത്തിയില്ല അല്ലേ? എന്തു ചെയ്യാം? ഇന്ദുലേഖ: അതെ, ഭാവിയായ കാര്യത്തെക്കുറിച്ച് തീർച്ച പറയുവാൻ ആർക്കും സാധിക്കുന്നതല്ലല്ലോ.
മാധവൻ ദീർഘത്തിലൊന്ന് നിശ്വസിച്ചിട്ട്, ആർക്കും പറവാൻ കഴിവില്ല, ശരി തന്നെ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് കുട്ടിപ്പട്ടര് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. മാധവൻ എഴുന്നേറ്റുപോയി. ഒന്നും വിചാരിച്ച പോലെ അന്ന് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. മാധവൻ പിന്നെ ദിവസം കഴിച്ചു കൂട്ടിയത് പറവാൻ കൂടി എനിക്ക് സങ്കടം. ഇന്ദുലേഖ എന്ത് തന്നെ പറഞ്ഞാലും ചിരിച്ചാലും കളിച്ചാലും മാധവൻ ഒരു മൗനവ്രതത്തിലായി. ചിലപ്പോൾ ഇന്ദുലേഖ എന്താണ് മനസ്സിനൊരു മൗഢ്യം എന്ന് ചോദിക്കും. അതിന് മാധവൻ ഉത്തരം പറവാൻ പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊന്നു ചോദിക്കും. ഒരു ദിവസം വൈകുന്നേരം ഇന്ദുലേഖ മേൽ കഴുകാൻ പോകുമ്പോൾ മാധവൻ ഇന്ദുലേഖയുടെ മാളികമേൽ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അരപ്പായ കടലാസു നിറച്ച് തൻ്റെ മനോവ്യഥകളെ എല്ലാം എഴുതി ഇന്ദുലേഖയുടെ എഴുത്ത് മേശമേൽ വെച്ചുപോയി. മാധവൻ പിറ്റേ ദിവസം രാവിലെ ഇന്ദുലേഖയുടെ മാളികമേൽ വന്ന്, ഞാനിവിടെ ഒരു കടലാസ് എഴുതി വച്ചിരുന്നുവല്ലോ, അത് വായിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദുലേഖ, എനിക്കൊന്നും നിശ്ചയമില്ല എന്ന് പറഞ്ഞ് മാധവനോട് വേറെ ഒരു കാര്യം ചോദിച്ചു. മാധവൻ എന്തു തന്നെ സങ്കടം കാണിച്ചാലും അത് നിമിത്തം ഇന്ദുലേഖയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായതായി കണ്ടില്ല. ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന അനുരാഗം കേവലം മറച്ചു വച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ നല്ല ചന്ദ്രികയുള്ള ഒരു രാത്രിയിൽ മാധവൻ താനെ പൂവരങ്ങുമാളികയുടെ തെക്കേ മുറ്റത്ത് ചന്ദ്രനെയും നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഇന്ദുലേഖ മാളികയുടെ മുകളിൽ നിന്ന് ജാലകത്തിൽ കൂടി നോക്കിയപ്പോൾ മാധവനെ കണ്ട് മാധവ മാധവ എന്ന് വിളിച്ചു. മാധവൻ, എന്താണ്? ഇന്ദുലേഖ, ചന്ദ്രോപാലംഭമോ? ചന്ദ്രിക മുകളിൽ ഈ അറയിലും ധാരാളമുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്നതിന് വിരോധമുണ്ടോ? മാധവൻ, ഞാൻ കയറി വരുന്നില്ല. ഒരു കോച്ചിന്മേൽ ഒന്നായിരിക്കുന്നത് വിരോധമുള്ള കാര്യമാണെങ്കിൽ രാത്രി ഒരറയിൽ നാം രണ്ടാളും കൂടി ഇരിക്കുന്നതിന് വിരോധമില്ലേ? ഇന്ദുലേഖ, അതെ, ശരിയാണ്, വിരോധമുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ ഓർക്കാതെ പറഞ്ഞുപോയി. ഞാൻ ഇറങ്ങി മുറ്റത്ത് വരാം. മാധവൻ, എനിക്ക് വേണ്ടി വരണമെന്നില്ല. ഇന്ദുലേഖ, എനിക്ക് വേണ്ടി തന്നെ വരാം. മാധവൻ, അതിനെനിക്ക് വിരോധമില്ല. ഇന്ദുലേഖ മുകളിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് ബഹുമനോഹരമായ ചന്ദ്രികയിൽ മാധവന്റെ അടുക്കെ പോയി നിന്നു. കയ്യിൽ താൻ തന്നെ അന്നു വൈകുന്നേരം കെട്ടിയുണ്ടാക്കിയ ഒരു മുല്ലമാലയും ഉണ്ടായിരുന്നു. അതിധവളമായിരിക്കുന്ന ചന്ദ്രികയിൽ ഇന്ദുലേഖയുടെ മുഖവും കുന്തളഭാരവും ശരീരവും ആകപ്പാടെ കണ്ടപ്പോൾ മാധവന് വല്ലാതെ മനസ്സിന് ഒരു ഭ്രാന്തി ഉണ്ടായി. ഈശ്വര, ഈ സുന്ദരിക്ക് എന്നിൽ അനുരാഗം ഉണ്ടായാൽ എന്നെപ്പോലെയുള്ള ഭാഗ്യവാൻ ആര്? ഇല്ലാതെ പോയെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിന്? ക്ഷണത്തിൽ ജീവത്യാഗം ഉത്തമം, മാധവൻ വിചാരിച്ചു. ഇന്ദുലേഖയ്ക്കോ അങ്ങുണ്ടായ വിചാരത്തിനും അശേഷം പ്രകൃതഭേദവും കുറവുണ്ടായിരുന്നില്ല. ശക്തി അല്പം കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദുലേഖ തൻ്റെ വിചാരങ്ങൾ മനസ്സിൽ അടക്കിയിരിക്കുന്നതിനാൽ തന്നെ മനസ്സിനുണ്ടാവുന്ന സ്തോഭങ്ങൾ ബാഹ്യചേഷ്ടകളെ കൊണ്ട് വളരെ ചുരുക്കുവാനും ലഘുവാക്കുവാനും കഴിയുന്നവകളാണ്. കഠിന വ്യസനത്തിൽ ഉറക്കെ കരയുന്നത് ഒരുവിധം വ്യസനോത്കർഷതയെ ശമിപ്പിക്കും. അങ്ങനെ തന്നെ ആഹ്ലാദത്തിലോ ഹാസ്യരസത്തിലോ ചിരിക്കുന്നതും. പിന്നെ തൻ്റെ വ്യസനങ്ങളെക്കുറിച്ച് ഒരുവൻ തൻ്റെ സ്നേഹിതനോട് തുറന്നു വെളിവായി പറയുന്നതിനാൽ തന്നെ അല്പം വ്യസന ശാന്തി ഉണ്ടാവാം. കഠിന വ്യസനം ഉള്ളിൽ ഉള്ളത് കേവലം മറച്ച് വേറെ ഒരു രസം നടിക്കുമ്പോഴാണ് ഒഴുകിപ്പോകുന്ന വെള്ളത്തെ ഇടയിൽ കെട്ടി നിർത്തിയാൽ ഉണ്ടാവുന്നതുപോലെ ഉള്ളിൽ നിർത്തുവാൻ നിവൃത്തിയില്ലാത്ത വിധം അധികരിക്കുന്നതും ചിലപ്പോൾ വിചാരിക്കാതെ പുറത്തേക്ക് ചാടിപ്പോകുന്നതും. മുറ്റത്ത് വന്ന ചന്ദ്രികയിൽ മാധവന്റെ അതികോമളമായ മുഖത്തിൽ നിന്ന് സ്പഷ്ടമായി കാണാവുന്ന വ്യഥയെ കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്കും മനസ്സ് സഹിച്ചില്ലെന്നു തന്നെ പറയാം. ഒന്നാമത് ചന്ദ്രിക എന്നത് തന്നെ മനസ്സിന് വളരെ ഉദ്ദീപനകരമായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ചന്ദ്രികയിൽ മാധവനെ പോലെ തന്നോടും തനിക്കും കഠിനമായ അനുരാഗം അന്യോന്യമുള്ള അതിസുന്ദരനായ ഒരു യുവാവെ താനെ അടുത്ത് കാണുമ്പോൾ
ഇന്ദുലേഖയ്ക്ക് കഠിനമായ വ്യഥ ഉണ്ടായി എന്നു പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയെല്ലാം ഉണ്ടായിയെങ്കിലും തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും ക്ഷമയാലും ധൈര്യത്താലും ഇന്ദുലേഖ തൻ്റെ മനോവ്യഥയെ ലേശം പുറത്ത് കാട്ടാതെ തന്നെ നിന്നു. കുറെ നേരം രണ്ടാളും ഒന്നും പറയാതെ ചന്ദ്രനെ നോക്കി നിന്നു. പിന്നെ ഇന്ദുലേഖ താഴെ കാണിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി. സ്വൈര്യം കൈരവ കോരകാൻ വിദലയന്യൂനാം മനഖേദയ നം ഭോജാനി നിമീലയൻ മൃഗദൃശാമാനം സമുന്മൂലയൻ ജ്യോത്സ്നാം കന്ദളയൻ ദിശോ ധവളയന്നം ഭോതി മുദ്വേലയൻ കോഗാന കുലയൻ തമ കബളയന്നിന്ദു മുജൃംബതേ. മാധവൻ: ഈ ശ്ലോകമുണ്ടാക്കിയ ആൾ ചന്ദ്രന്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാം ശരിയായി അറിയുന്നു എന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: മൃഗദൃശാമാനം സമുന്മൂലയൻ എന്നു പറഞ്ഞ ഗുണം ശരിയായി ഉള്ളതാണെങ്കിൽ അത് ഇപ്പോൾ കാണണ്ടേ? ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട്: എന്നാൽ ഒരു ശ്ലോകം ചൊല്ലാം. യാമിനി കാമിനി കർണകുണ്ടലം ചന്ദ്രമണ്ഡലം മാരനാരാച നിർമ്മാണ ഷാണ ചക്രമിവോദിതം. മാധവൻ: മാരനാരാചങ്ങൾ സ്ത്രീകളിൽ കുറെ കാലമായി പ്രയോഗിച്ചു വരാറില്ലെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: സ്ത്രീകൾ സാധുക്കളല്ലേ, ഭീരുക്കളല്ലേ, കാമദേവന് ദയ തോന്നി വേണ്ടെന്ന് വെച്ചതായിരിക്കാം. മാധവൻ: എന്നാൽ ആ കാമദേവൻ മഹാദുഷ്ടൻ എന്ന് മാത്രമല്ല ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ പറയും. സ്ത്രീകളിൽ ദയ കൊണ്ട് പ്രയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ പുരുഷന്മാരിൽ പ്രയോഗിച്ചിട്ട് എന്താണ് ഒരു സാധ്യം? പുരുഷന്മാരെ പ്രയോജനമില്ലാതെ ഉപദ്രവിക്കുന്നത് എന്തിന്? ഇന്ദുലേഖ: അത് ശരി. എന്നാൽ പുരുഷന്മാരെ ഉപദ്രവിച്ചാൽ അവർ ശക്തന്മാരാകയാൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാധുക്കളായ സ്ത്രീകളെ പുരുഷന്മാർ നേരിട്ട് ഉപദ്രവിച്ചോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കാമദേവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഞാനൊരു മുല്ലമാല കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഇന്നു ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കിയതാണ്. ഇതിൻ്റെ നായകമണിയാക്കി കെട്ടിയിരിക്കുന്ന ഈ ചെറിയ താമരപ്പൂവ് ഞാൻ തന്നെ ഇന്ന് രാവിലെ പൂവള്ളി പടിഞ്ഞാറേ കുളത്തിൽ നിന്ന് പറിച്ചതാണ്. ഈ മാല മാധവന്റെ കുടുമയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും. ഇത് എടുത്തോളൂ. മാധവൻ മുല്ലമാല കൈകൊണ്ട് വാങ്ങി. വാങ്ങുമ്പോൾ മാധവന്റെ കൈ വിറക്കുന്നുവെന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നി. ഇന്ദുലേഖ: എന്താണ് കൈ വിറയ്ക്കുന്നത്? മാധവൻ: കാമദേവന്റെ ബാണമല്ലേ, ഭയപ്പെട്ടിട്ടുള്ള വിറ തന്നെ. ഇന്ദുലേഖ ഒന്ന് ചിരിച്ചു. മാധവൻ താമരപ്പൂവ് കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ട്: ശോഭാ സർവസ്വമേഷാം പ്രഥമ മപഹൃതം യത്വയാ ലോചനാഭ്യാം മാധുരീ മാധുര്യസാര തവ കളവചസാ മാർധവം ത്വൽ പ്രതീകൈ സ്ഥാനഭ്രംശോ മഹീയാനപി ച വിരചിത ത്വന്മുഖ സ്ഫർത്തിനാം വൈ പത്മാനാം ബന്ധനാത്വം വിരമ വരതനോ പിഷ്ടപേശേണ കിം സ്യാൽ. ഇന്ദുലേഖ: ഒന്നാന്തരം ഒരു ശ്ലോകം, എനിക്കിത് പഠിക്കണം. മാധവൻ: ഈ മാലയിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്ത് കുടുമയിൽ ചൂടാം. ശേഷം മുഴുവൻ ഇന്ദുലേഖയുടെ തലമുടിയിൽ തന്നെ വയ്ക്കുന്നതാണ് യോഗ്യത. ഇന്ദുലേഖ: യോഗ്യത എങ്ങനെയെങ്കിലും ആവട്ടെ, മാധവന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ: ഇഷ്ടം പോലെ ചെയ്യുവാൻ സമ്മതമോ? ഇന്ദുലേഖ: മാലയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ മാല കഷ്ണിച്ച് ഒരു ചെറിയ കഷ്ണം തൻ്റെ കുടുമയിൽ വെച്ചു. ശേഷം മുഴുവനും കയ്യിൽ തന്നെ പിടിച്ച് ഇന്ദുലേഖയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: ഇത് ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തലമുടിയിൽ തിരുകട്ടെയോ? ഇന്ദുലേഖ: എൻ്റെ തലമുടിയിലോ? മാധവൻ: അതെ. ഇന്ദുലേഖ: മാധവന്റെ കൈകൊണ്ടോ? മാധവൻ: അതെ. ഇന്ദുലേഖ ഒന്നും മിണ്ടാതെ മന്ദഹസിച്ചുകൊണ്ട് നിന്നു.
മാധവൻ പുഷ്പമാല ഇന്ദുലേഖയുടെ കുന്തളത്തിൻ്റെ ഭംഗിയായി വച്ചു കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ, ഇതെല്ലാം അക്രമമാണ്. മാധവൻ എൻ്റെ വലിയച്ഛൻ്റെ മരുമകനാണെങ്കിലും നാം ബാല്യം മുതൽ അന്യോന്യം കളിച്ചു വളർന്നവരാണെങ്കിലും എല്ലായ്പ്പോഴും നാം കുട്ടികളല്ലെന്ന് ഓർക്കേണ്ടതാണ്. മാധവൻ, ഈ മാല ഇന്ദുലേഖയുടെ തലമുടിയിൽ വെച്ചപ്പോൾ ഞാൻ കുട്ടിയാണെന്ന് അശേഷം ഓർത്തില്ല. നല്ല യുവാവാണെന്ന് തന്നെ വിചാരിച്ചു. ഇന്ദുലേഖ, ആ സ്ഥിതിയിൽ മാധവൻ എങ്ങനെ എന്നെ തൊടും? മാധവൻ, തൊട്ടത് കണ്ടില്ലേ? മാധവൻ, ഇന്ദുലേഖ, അതാണ് അക്രമം എന്ന് പറഞ്ഞത്. മാധവൻ കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട്, എന്നെ എന്തിനിങ്ങനെ വലപ്പിക്കുന്നു? ഇന്ദുലേഖയെ കൂടാതെ അരനിമിഷം ഈ ഭൂമിയിൽ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്ദുലേഖ മനസ്സിൽ വന്ന വ്യസനത്തെ സ്ഥിരമായി അടക്കിക്കൊണ്ട്, എന്നോട് കൂടാതെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു? മാധവൻ, കൂടാതെ പറഞ്ഞ വാക്കിന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയോ ഇന്ദുലേഖ എന്നോട് ഇപ്പോൾ പറയുന്നത്? ഇന്ദുലേഖ, എന്താണ് മാധവൻ ഉദ്ദേശിച്ച അർത്ഥം? മാധവൻ, കൂടാതെ എന്ന് പറഞ്ഞത് ഇന്ദുലേഖയുമായി രാവും പകലും ഒരുപോലെ വിനോദിപ്പാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യവും കൂടാതെ എന്നാണ്. ഇന്ദുലേഖ, നേരം വൈകി, മഞ്ഞ് വീഴുന്നുണ്ട്, പോയി കിടന്നോളൂ. നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ വരണേ. മാധവൻ, ശരീരവും മനസ്സും വ്രണപ്പെട്ട പോലെ വേദനയുള്ള എനിക്ക് കിടന്നുറങ്ങാൻ എങ്ങനെ സാധിക്കും? ഇന്ദുലേഖ, അതിന് വിരോപണമായ വല്ല മരുന്നും സേവിച്ച് സുഖം വരുത്തണം. മാധവൻ, ഞാൻ അതിനൊരു മരുന്ന് കണ്ടിട്ടുണ്ട്. ഒരു പ്രമാണപ്രകാരം ആ പ്രമാണം പറയാം. മരുന്ന് തരുമോ? ഇന്ദുലേഖ, എന്താണ് പ്രമാണം? കേൾക്കട്ടെ. മാധവൻ, ഇന്ദീവരാക്ഷി തവ തീക്ഷണകടാക്ഷബാണ പാദവ്രണേ ദ്വിവിധമൗഷധമേവ മന്യേ ഏകം തദ്വീയമധര മൃതപാനമന്യ ദുത്തുംഗപീന കുജകുങ്കുമ പങ്കലേപ. ഇന്ദുലേഖ, ശരി, നല്ല പ്രമാണം. ഈ മരുന്ന് എവിടെ കിട്ടും? മാധവൻ, ഇന്ദുലേഖയുടെ കൈവശമുണ്ടല്ലോ. ഇന്ദുലേഖ, അത് ഇപ്പോൾ എടുപ്പാൻ പാടില്ല. മഞ്ഞു വളരെ. ഞാൻ പോണു. മാധവൻ, പോയി കിടന്നുറങ്ങൂ. ഭ്രാന്തന്മാരെ പോലെ ആവരുത്. മാധവൻ, ആട്ടെ, എനിക്ക് ആ മരുന്ന് എപ്പോഴെങ്കിലും കിട്ടുമോ? ഇന്ദുലേഖ, കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പരമഭാഗ്യവാനായി. എന്നെ ഇങ്ങനെ തപിപ്പിക്കരുതേ. ആ വാക്ക് മാത്രം ഒന്ന് പറഞ്ഞു കേൾക്കണം. അതിന് എനിക്ക് ഭാഗ്യമുണ്ടോ? ഇന്ദുലേഖ, എനിക്ക് ഉറക്കം വല്ലാതെ വരുന്നു. ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ദുലേഖ ക്ഷണേമ മാളികയിലേക്ക് കയറിപ്പോയി. ഇന്ദുലേഖ മുകളിലേക്ക് പോയ വഴിയും നോക്കി മാധവൻ വിഷണ്ണനായി അതിപരിതാപത്തോടെ നിന്നു. ഇന്ദുലേഖ മുകളിലേക്ക് പോയി എന്നേ ഉള്ളൂ. മുകളിൽ അറയിൽ എത്തിയതു മുതൽ ജാലകത്തിൽ കൂടി മാധവൻ മുറ്റത്ത് നിന്ന് പോകുന്നതുവരെ മാധവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇങ്ങനെ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം നടന്ന സല്ലാപങ്ങളെക്കുറിച്ച് പറയുന്നതായാൽ വളരെ പറയേണ്ടി വരും. പിന്നെ വിശേഷിച്ച് ഇത് ഒരു പൂർവ്വകഥാപ്രസംഗം മാത്രമാണല്ലോ. എങ്കിലും ഒരു ദിവസം ഇവർ തമ്മിലുണ്ടായ സല്ലാപം കൂടി എൻ്റെ വായനക്കാരെ മനസ്സിലാക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടാവുന്നതിനാൽ പറയുന്നു. ഇന്ദുലേഖയെ തന്നെ രാവും പകലും വിചാരിച്ച് മാധവന്റെ മനസ്സിന് ഒരു പുകച്ചിലായി തീർന്നു. ഒരു രാത്രിയിൽ മാധവൻ ഉറങ്ങാൻ ഭാവിച്ചു കിടന്നു. ഉറക്കം എന്ത് ചെയ്തിട്ടും വരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ മാധവന് തോന്നി, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇന്ദുലേഖയ്ക്ക് എന്നോട് അനുരാഗമുണ്ടെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് എൻ്റെ ഭാര്യയായി ഇരിക്കുമായിരുന്നു. എൻ്റെ മേൽ സ്നേഹമുണ്ടായിരിക്കാം, അനുരാഗമുണ്ടോ എന്ന് എനിക്കും സംശയം. പിന്നെ എന്നെക്കാൾ എത്രയോ യോഗ്യന്മാരും ധനവാന്മാരുമായ ആളുകൾ ഇന്ദുലേഖയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് തന്നെ അറിവുള്ളതിനാൽ അങ്ങനെ യോഗ്യന്മാരായവരിൽ ഒരുവനുമായി ചേർച്ചയായി മനസ്സിനെ അന്യോന്യം രഞ്ജിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ഇരിക്കണമെന്നായിരിക്കാം ഇന്ദുലേഖയുടെ താല്പര്യം. സ്ത്രീകളുടെ മനസ്സിനെ എങ്ങനെ അറിയാൻ കഴിയും? എത്ര തന്നെ പഠിപ്പുണ്ടായാലും സ്ത്രീ സ്വഭാവമല്ലേ. പിന്നെ ഞാൻ എന്തിനു വൃഥാ ഖേദിക്കുന്നു? ഇനി ഇന്ദുലേഖയെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ തപിക്കുകയില്ല, നിശ്ചയം. രാവിലെ തോക്കുകളെടുത്ത് ഷിക്കാറിന് പോകണം. അച്ഛനും വരുമായിരിക്കും.
വളരെ ദിവസമായി ശിക്കാർ ചെയ്തിട്ട്. ഈ മനോവ്യഥ കൊണ്ട് എൻ്റെ പൗരുഷങ്ങളെല്ലാം നശിക്കാറായി. അങ്ങനെ വരുത്തരുത്. ഞാൻ ബുദ്ധിഹീനനായിട്ടാണ് ഇങ്ങനെ കിടന്ന് വലയുന്നത്. എനിക്ക് ചെറുപ്പമാണ്. ഇന്ദുലേഖയ്ക്ക് ഭർത്താവ് ഉണ്ടാകേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒരു വലിയ ഉദ്യോഗസ്ഥനോ മറ്റോ ആകുന്നതുവരെ ഒരിക്കലും ഇന്ദുലേഖ ഭർത്താവ് വേണ്ടെന്ന് വച്ചിരിക്കുകയില്ല. പിന്നെ ആ മോഹം വൃഥ. ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ വ്യസനിപ്പിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. ബഹുധൈര്യത്തോടെ കണ്ണടച്ച് ഉറങ്ങണം എന്ന് ഉറച്ചു കിടന്നു. കണ്ണടച്ച നിമിഷത്തിൽ ഇന്ദുലേഖയുടെ നീണ്ട കണ്ണുകളും ചെന്താമരപ്പൂവ് പോലെയുള്ള ശോഭയുള്ള മുഖവും കുന്തളഭാരവും അധരങ്ങളും മുന്നിൽ വെളിവായി കാണുന്നതുപോലെ തോന്നി. കണ്ണുമിഴിച്ചു. ഒന്നും കണ്ടതുമില്ല. മാധവൻ എണീറ്റിരുന്നു ബഹുധൈര്യം നടിച്ച് ഇനി ഞാൻ ഇന്ദുലേഖയെ വിചാരിക്കയില്ല എന്ന് തീർച്ചയായി ഉറച്ചു. അപ്പോൾ തൻ്റെ അറയുടെ വാതുക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. മാധവൻ, ആരാണത്? ഞാൻ തന്നെ. പൂവരങ്ങിൽ നിന്ന് ഒരു മാല തന്നയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ ദാസി അമ്മു എന്ന സ്ത്രീ മാധവന്റെ അറയിൽ കടന്ന് തൻ്റെ കയ്യിലുള്ള ഒരു പനിനീർ ചെമ്പകമാല മാധവൻ വശം കൊടുത്തു. മാധവൻ മാല വാങ്ങി നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മു, നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെല്ലാതിരിക്കരുതെന്നും തീർച്ചയായി പറഞ്ഞിരിക്കുന്നു. മാധവൻ, ഞാൻ പുലരാൻ 4 നാഴികയുള്ളപ്പോൾ നായാട്ടിന് അച്ഛനും വരുമായിരിക്കും. നാളെ അസ്തമിച്ചിട്ടേ വരികയുള്ളൂ എന്ന് പറയൂ. അമ്മു, അങ്ങനെ തന്നെ പറയാം. എന്നാൽ പുലർച്ചയ്ക്ക് കാണണമെങ്കിൽ കാണാൻ ശരിയാവും. തിരുവാതിരക്കുളി ഉണ്ടല്ലോ. അമ്മ 7-8 നാഴിക വെളിച്ചമാവാനുള്ളപ്പോൾ ഉണർന്ന് കുളിപ്പുരയിൽ കുളിപ്പാൻ പോവാറ് പതിവാണ്. മാധവൻ, രാത്രി എനിക്ക് പെണ്ണുങ്ങളെ വന്ന് കാണുവാൻ പാടില്ല. മറ്റന്നാൾ കാണാമെന്ന് പറയൂ. അമ്മ മന്ദഹസിച്ചുകൊണ്ട് പറയാം എന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ മാളികയിലേക്ക് പോയി വിവരം പറഞ്ഞു. ഇന്ദുലേഖ വീണ്ടും ദാസിയെ വേറൊരു വിവരം പറഞ്ഞ് മാധവന്റെ അടുക്കലേക്ക് അയച്ചു. അമ്മു 2ാമത് ചെല്ലുമ്പോൾ മാധവൻ മാലയെ കയ്യിൽ വെച്ച് നോക്കി രസിച്ചും കൊണ്ടിരിക്കുന്നു. അമ്മുവെ 2ാമതും കണ്ടപ്പോൾ എന്താണ് പിന്നെയും വന്നത് എന്ന് ചോദിച്ചു. അമ്മ വിശേഷമായി ഒരു തൊപ്പി തുന്നുന്നുണ്ടത്രേ. അത് നായാട്ടിന് പോകുമ്പോൾ തലയിലിട്ട് കൊണ്ടുപോകാം. പുലർച്ചയ്ക്ക് മാളികയിൽ കയറി ചെല്ലാൻ യജമാനന് വിരോധമുണ്ടെങ്കിൽ മുറ്റത്ത് കിളിവാതിലിന് നേരെ നിന്നാൽ തൊപ്പി എടുത്തു തരാം എന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു. മാധവൻ, എന്നാൽ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തയക്കരുതേ. അമ്മു, തൊപ്പി മുഴുവനും തീർന്നിട്ടില്ലായിരിക്കും. മാധവൻ, എന്താണ് രാത്രിയിൽ തുന്നൽ പണി ചെയ്യാറുണ്ടോ? അമ്മു, രാത്രി ഈയിടെ തുന്നലും പുസ്തകം വായനയും മറ്റും തന്നെയാണ്. ഉറക്കം വളരെ കുറഞ്ഞിരിക്കുന്നു. മാധവൻ, അതിനെന്താണ് സംഗതി? സംഗതി എന്തോ എന്ന് പറഞ്ഞ് അമ്മു മന്ദഹസിച്ചുകൊണ്ട് തല താഴ്ത്തി ലജ്ജാഭാവത്തോടെ നടന്നു. മാധവൻ, അങ്ങനെയാട്ടെ, നീ പൊയ്ക്കോ. ഞാൻ പുലർച്ചെ പോകുമ്പോൾ ജാലകം തുറന്നു കണ്ടാൽ വിളിക്കും എന്ന് പറയൂ. ജാലകം തുറന്നു കണ്ടില്ലെങ്കിൽ നേരെ പോകും. അമ്മു പോയ ഉടനെ മാധവന് പിന്നെയും വിചാരം തുടങ്ങി. ഇന്ദുലേഖയ്ക്ക് ഉറക്കമില്ല. എന്നോട് ഇന്ദുലേഖയ്ക്കും അനുരാഗം ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. എനിക്ക് ലേശം സംശയമില്ല. എന്നാൽ പിന്നെ എന്താണ് അത് ഭാവിക്കാത്തത്? കുട്ടിക്കളികളല്ലാതെ വേറെ ഒന്നും പുറത്ത് കാണുന്നില്ലല്ലോ. ഇതിന് എന്ത് സംഗതി എന്നിങ്ങനെ ആലോചിച്ചും കൊണ്ട് മാധവൻ കട്ടിലിന്മേൽ നിന്ന് എണീറ്റ് രാവിലെ ഷിക്കാറിന് പോവാൻ ഉള്ള വട്ടങ്ങൾ ഒരുക്കി. ഒന്നാന്തരം ഒരു തോക്കെടുത്ത് തുടച്ചു വച്ചു. ആവശ്യമുള്ള തിരകൾ എടുത്തു വച്ചു. പുലരാൻ 4 നാഴികയ്ക്ക് ചായ വേണമെന്ന് വാലിയക്കാരനെ വിളിച്ചു പറഞ്ഞു കിടന്നു. 4 മണിക്ക് എണീറ്റ് കുപ്പായം, കാലുറ, ബൂട്ട്സ് ഇതുകൾ ഇട്ട് തൻ്റെ ഒരു വാലിയക്കാരനെയും വിളിച്ചുകൂട്ടി നായാട്ടിന് പുറപ്പെട്ടു. മേലോട്ട് നോക്കിയപ്പോൾ ഒരു ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി നിൽക്കുന്നതുപോലെ ഇന്ദുലേഖയുടെ മുഖം ജാലകത്തിൽ കൂടെ മുകളിൽ ഇന്ദുലേഖയുടെ സമീപം കത്തുന്ന അതിപ്രകാശമുള്ള വെളിച്ചത്തിൽ കണ്ട് മാധവൻ മയങ്ങിപ്പോയി. ഇന്ദുലേഖ, എന്താണ് ഇത്ര നേരത്തെ പുറപ്പെട്ടത്? ജന്തുഹിംസ ചെയ്യണമെങ്കിൽ ജന്തുക്കളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വേണ്ടേ? ഇരുട്ടിൽ എങ്ങനെ കാണും? മാധവൻ, കുറേ ദൂരം പോയിട്ട് വേണം നായാട്ട് തുടങ്ങുവാൻ. ഇന്ദുലേഖ, ഓഹോ,
വലിയ വട്ടം കൂട്ടിയിട്ടുള്ള നായാട്ടിനോ ഭാവം? മാധവൻ: കുറെ വിസ്തരിച്ചു തന്നെയാണ് ഭാവം. അങ്ങനെയായാൽ മനസ്സിന് കുറെ സുഖമുണ്ടാവും എന്ന് തോന്നുന്നു. ഇന്ദുലേഖ: ശരി, ഇക്കുറി മദിരാശിയിൽ നിന്ന് വരുമ്പോൾ എത്ര തോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്? മാധവൻ: ഒന്ന് മാത്രം, ബ്രീച്ച് ലോഡർ. ഇന്ദുലേഖ: അതെനിക്കൊന്ന് കാണണം, ഇങ്ങോട്ട് കൊടുത്തയക്കൂ. മാധവന്റെ വാലിയക്കാരൻ ഉടനെ തോക്ക് മുകളിലേക്ക് കൊണ്ടുചെന്നു. ഇന്ദുലേഖ വാങ്ങി അകത്തു വെച്ച് വാതിൽ പൂട്ടി അമ്മോട് വെളിച്ചം എടുക്കുവാൻ പറഞ്ഞ് കുളിപ്പാൻ ചുവട്ടിലിറങ്ങി. മാധവന്റെ അരികത്ത് എത്തിയപ്പോൾ പറഞ്ഞു ഇന്ദുലേഖ: ശരി, മാളികയിൽ ഇരിക്കട്ടെ, തൊലിപ്പണി മുഴുവൻ തീർന്നിട്ടില്ല. ഇതുകൊണ്ട് നാളെയോ മറ്റന്നാളെയോ നായാട്ടിന് പോവാം. സുഖമായി ഇപ്പോൾ പോയി കിടന്നുറങ്ങൂ. മാധവൻ: ഇത് വലിയ സങ്കടം തന്നെ. എനിക്ക് നായാട്ടിന് പോവാൻ പാടില്ലെന്നോ? ഇന്ദുലേഖ: അതെ, ഇന്ന് പോവാൻ പാടില്ലെന്നു തന്നെ. മാധവൻ: അതെന്താണ്? ഇന്ദുലേഖ: തൊപ്പിപ്പണി തീർന്നിട്ടില്ല, അതുതന്നെ. മാധവൻ: ഞാൻ തൊപ്പി വേണമെന്ന് പറഞ്ഞുവോ? ഇന്ദുലേഖ: തൊപ്പി വേണ്ട എന്ന് ഞാൻ പറഞ്ഞുവോ? ഇന്നലെ അമ്മ വന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയാമായിരുന്നില്ലേ? മാധവൻ: വേണ്ട എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. ഇന്ദുലേഖ: അത് സാരമില്ല, അത് ഞാൻ കേൾക്കയില്ല. ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞ് അയച്ചിരുന്നുവെങ്കിൽ ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് പണി ചെയ്യുന്നതല്ലായിരുന്നു. പിന്നെ ഇത്രയൊക്കെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? മാധവൻ: ഈ കുട്ടിക്കളിയിൽ ഒന്നും എനിക്ക് അശേഷം രസം തോന്നുന്നില്ല. മനുഷ്യരെ വെറുതെ ഉപദ്രവിച്ചിട്ട് എന്താ പ്രയോജനം? ഇന്ദുലേഖ: ഞാൻ കുട്ടിയാണ്, മാധവനും കുട്ടി തന്നെയാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. അതുകൊണ്ട് മുമ്പ് നോം കളിച്ചതുപോലെ ഇപ്പോഴും കളിക്കാം. മാധവൻ: ഇന്നാളല്ലേ ഇന്ദുലേഖ പറഞ്ഞത് കുട്ടിക്കളി ഇനി പാടില്ല എന്നും മറ്റും? ഇന്ദുലേഖ: അപ്പോൾ മാധവനെ കുട്ടിയുടെ മാതിരിയല്ല കണ്ടത് എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ട് കുളിപ്പാൻ പോയി. മാധവൻ വിഷണ്ണനായി തോട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് ഇന്ദുലേഖ വരുമ്പോഴേക്കും നേരം നല്ല വെളിച്ചമായിരിക്കുന്നു. മാധവനെ കണ്ട് മുകളിലേക്ക് ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയി. ചായ കുടിക്കാൻ ക്ഷണിച്ചു. ചായ താൻ കുടിച്ചു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയും ഇന്ദുലേഖയുടെ നിർബന്ധത്താൽ അല്പം കുടിച്ചു. രണ്ടുപേരും ഓരോ കസാലയിൽ ഇരുന്നു. ഇന്ദുലേഖ: ഇനി ഇന്ന് നായാട്ടിന് പോവാൻ തരമില്ലല്ലോ. മാധവൻ: ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കളി മാറിയിട്ടില്ലെങ്കിൽ കളിപ്പാൻ വേറെ ആളെ അന്വേഷിച്ചോളൂ. എനിക്കത് സഹിപ്പാൻ പാടില്ലാതെ ആയിരിക്കുന്നു. ഇന്ദുലേഖ: എന്താണ് സഹിപ്പാൻ പാടില്ലാത്തത്? നായാട്ടോ? മാധവൻ: ഞാൻ വെളിവായിട്ട് പറയാം. ഇന്ദുലേഖ: വരട്ടെ, അത്ര വെളിവായിട്ട് പറയണമെന്നില്ല. മാധവൻ നല്ല ധീരനാണെന്ന് ഞാൻ മുമ്പ് വിചാരിച്ചു. മാധവന്റെ ഇപ്പോഴത്തെ ഗോഷ്ഠികൾ കാണുമ്പോൾ എൻ്റെ അഭിപ്രായം തെറ്റാണെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. മാധവൻ: എനിക്ക് ഈ കാര്യത്തിൽ ധൈര്യമില്ല. ഇന്ദുലേഖ സാധാരണ ഈ ദിക്കിൽ കാണാറുള്ള മാതിരി ഒരു കുട്ടിയാണെന്ന് ഞാൻ മാധവൻ: എനിക്ക് ഇക്കാര്യത്തിൽ ധൈര്യമില്ല. ഇന്ദുലേഖ സാധാരണ ഈ ദിക്കിൽ കാണാറുള്ള മാതിരി ഒരു കുട്ടിയാണ് ഞാൻ എന്ന് ശങ്കിക്കേണ്ട. ഞാൻ ഇതുവരെ യാതൊരു ദുർമര്യാദയിലും ലേശം പ്രവേശിക്കാത്തവനാണ്. എനിക്ക് സ്ത്രീകളിൽ ചാപല്യം ഇന്ദുലേഖയെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചാപല്യത്തിന് അത്ര അധികം ശക്തി. ഇനിയും ഇന്ദുലേഖ എന്നെ ചലിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ ദിക്കിൽ ഇരിപ്പാൻ തന്നെ ഭാവമില്ല. ഇന്ദുലേഖ: അപ്പോൾ വേറെ ദിക്കിൽ പോയാൽ ഈ വിചാരം ഉണ്ടാവുകയില്ല അല്ലേ? അതിൻ്റെ താല്പര്യം കാണുമ്പോഴേ ഈ അനുരാഗവും ഗോഷ്ഠികളും ഉണ്ടാവുന്നുള്ളൂ എന്നാണ്. മാധവൻ: അങ്ങനെയല്ല അതിൻ്റെ താല്പര്യം. ഇന്ദുലേഖയുമായി എനിക്ക് ഹിതപ്രകാരം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ രാജ്യവും വീടും എനിക്കും വേണ്ട എന്നാകുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ദുലേഖ: ആട്ടെ, ശരി. മാധവന് എന്നോട് ഇത്ര അനുരാഗം ഉണ്ടായിട്ടും എനിക്ക് മാധവനോട് ലേശം അനുരാഗം ഇല്ലെങ്കിലോ? പിന്നെ മാധവന് എന്നോട് പ്രിയമുണ്ടാകുമോ? മാധവൻ: എന്നോട് ഇന്ദുലേഖയ്ക്ക് അനുരാഗമില്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കയില്ല. ഇന്ദുലേഖ: പിന്നെ എന്താണ് ഈ തടസ്സം? മാധവൻ: തടസ്സമോ? ഇന്ദുലേഖ: അതെ, തടസ്സം എന്താണ്, പറയൂ. മാധവൻ: പറയാം. ഈ തടസ്സത്തിന് കാരണം ഞാൻ വിചാരിക്കുന്നത്, ഒന്നാമത്
ഞാൻ വലിയ ഒരു സ്ഥിതിയിൽ ഇനിയുമായിട്ടില്ലെന്നും ഇന്ദുലേഖ വിചാരിക്കുന്നതുകൊണ്ട്. രണ്ടാമത്, വേറെ വളരെ യോഗ്യരായ ധനികന്മാരും പ്രഭുക്കളും മഹാരാജാക്കന്മാരും ഇന്ദുലേഖയെ കാക്ഷിച്ചു ഇരിക്കുന്നു എന്ന് ഇന്ദുലേഖയ്ക്ക് അറിവുള്ളതുകൊണ്ട്. ഇന്ദുലേഖ: മാധവൻ ഇത്ര ശപ്പനാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. എന്നെ കാക്ഷിക്കുന്ന യോഗ്യരിലും മഹാരാജാക്കന്മാരിലും എനിക്ക് ഭ്രമമുണ്ടെങ്കിൽ എനിക്ക് അവരിൽ ഒരാളെ ഇതുവരെ ഭർത്താവാക്കി കൂടായിരുന്നുവോ? ഈ വിധം ഭോഷത്വം പറഞ്ഞത് ആശ്ചര്യം. എനിക്ക് ഈ കാര്യത്തിൽ ധനവും പുല്ലും സമമാണ്. എൻ്റെ മനസ്സിന് അഭിരുചി തോന്നുന്നവൻ എൻ്റെ ഭർത്താവ് എന്ന് മാത്രമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. മാധവൻ: അങ്ങനെ അഭിരുചി ഇതുവരെ ആരിലെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ദുലേഖ: ഉണ്ടെങ്കിൽ അത് ശപ്പനായ മാധവനോട് ഞാൻ എന്തിനു പറയണം? മാധവൻ: എന്തിനാണ് എന്നെ ശകാരിക്കുന്നത്? ഇതും കൂടെ വേണമോ? ഇന്ദുലേഖ: മതി മതി, മഹാരസികൻ തന്നെ മാധവൻ. എനിക്ക് മാധവനിൽ അനുരാഗമുണ്ടെന്ന് മാധവനും ബോധ്യമാണ്. എന്നാലും മഹാരാജാക്കന്മാരും എന്നെ ആവശ്യപ്പെടുന്നതുകൊണ്ട് എൻ്റെ അനുരാഗത്തിനും മനസ്സിനും വിരോധമായി അവരിൽ ആരെയെങ്കിലും സ്വീകരിച്ചു കളയും എന്നു വിചാരിക്കുന്നു അല്ലേ? കഷ്ടം! ഇത്ര ബുദ്ധിഹീനനാണ് മാധവൻ, കഷ്ടം! ഇത്ര നിസ്സാരയായ ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് വിചാരിച്ചു പോയല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്നിൽ മാധവന് എങ്ങനെ ഇത്ര പ്രിയമുണ്ടായത്? ഈ വാക്കുകൾ കേട്ടപ്പോൾ മാധവന് കണ്ണിൽ ജലം നിറഞ്ഞു. സന്തോഷം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വ്യസനം കൊണ്ടോ ഈ അശ്രുക്കൾ ഉണ്ടായത് എന്ന് എൻ്റെ വായനക്കാർ ആലോചിച്ചു നിശ്ചയിക്കേണ്ടതാണ്. ഇന്ദുലേഖ: എന്താണ് ഉത്തരം മുട്ടിയാൽ കരയുന്നത്? മാധവൻ: ഉത്തരമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എല്ലായ്പ്പോഴും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചു കൊണ്ടിരിപ്പാൻ സുഖമില്ല. ഇന്ദുലേഖ: ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇരുന്നതിൻ്റെ ശേഷം ഒരു വാക്കെങ്കിലും മധുരമായി എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം വക്രോക്തികൾ തന്നെ. മലയാളത്തിൽ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ ഇട്ട് വലപ്പിക്കുന്നതിൽ വളരെ സ്വതന്ത്രതയും ഇടയും ഉള്ളതുകൊണ്ട് പുരുഷന്മാർ സങ്കടം അനുഭവിക്കുക എന്നേ വരൂ. ഇന്ദുലേഖ: എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ മധുരമാക്കേണ്ടത്? കുറെ തേൻ കുടിച്ചിട്ട് വാക്കു പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ വാക്കു പറയുമ്പോൾ മാധവൻ കുറെ തേൻ കുടിച്ചുകൊണ്ട് ഇരിക്കൂ, എന്നാൽ മധുരം തോന്നും. വല്ല ശപ്പത്തരവും പറഞ്ഞ് അതിന് നല്ല ഉത്തരം കിട്ടുമ്പോൾ ഉത്തരം പറയുന്ന ആളിൻ്റെ വാക്കിന് മധുരമില്ല, പുളിക്കുന്നു എന്നും മറ്റും പറഞ്ഞാൽ ആര് സമ്മതിക്കും? എന്താണ് മലയാളി സ്ത്രീകൾക്ക് ദോഷം പറഞ്ഞത്? പുരുഷന്മാരെ ഉപദ്രവിക്കാൻ വരെ കഴിയുന്നവരാണെന്നോ? മാധവൻ: അത്രമാത്രമല്ല. മലയാളത്തിലെ സ്ത്രീകൾ അന്യരാജ്യങ്ങളിലെ സ്ത്രീകളെ പോലെ പാതിവൃത്യധർമ്മം ആചരിക്കുന്നില്ല. ഭർത്താക്കന്മാരെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെയും പല സ്വതന്ത്രതകളുണ്ട്. അതുകൊണ്ട് മലയാള സ്ത്രീകൾക്ക് ഗർവ് അധികമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ദുലേഖ: ശിക്ഷ അതിമനോഹരമായ വാക്കു തന്നെ. മാധവന് ഇത്രയൊക്കെ പഠിപ്പും അറിവും ഉണ്ടായിട്ട് എങ്ങനെയാണ് മലയാള സ്ത്രീകളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്? ആശ്ചര്യം തന്നെ. ഈ സംഗതിയിൽ ബുദ്ധിയുള്ള ഒരു മലയാള സ്ത്രീ മാധവനോട് താഴെ പറയും പ്രകാരം ഉത്തരം പറയും. എന്താണ് പറഞ്ഞത്? മലയാള സ്ത്രീകൾ പാതിവൃത്യധർമ്മം ആചരിക്കുന്നില്ലെന്നോ? കഷ്ടം! ഇതര രാജ്യങ്ങളിലുള്ള സ്ത്രീകളെ പോലെ മലയാള സ്ത്രീകളും ധാരാളമായി പാതിവൃത്യധർമ്മം ആചരിക്കുന്നുണ്ട്. അസംഖ്യം സ്ത്രീകൾ ആചരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പതിവ്രതാധർമ്മം ആചരിക്കുന്നില്ലെന്നു പറഞ്ഞാൽ അവൾ വ്യഭിചാരിണിയാണെന്ന് ആകുന്നു അർത്ഥം. കേരളത്തിലെ സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ അധിക പക്ഷവും വ്യഭിചാരികളാണെന്ന് മാധവൻ പറയുന്നുവോ? അങ്ങനെ പറയുന്നുവെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയില്ല. നിശ്ചയം വ്യഭിചാരം എങ്ങും ഏത് ജാതിയിലും ഉണ്ടാവാം. എന്നാൽ ഞങ്ങൾ നായന്മാരുടെ സ്ത്രീകൾ അന്തർജനങ്ങളെപ്പോലെ അന്യജനങ്ങളോട് സംസാരിക്കാതെയും വിദ്യാഭ്യാസം ചെയ്യാതെയും ശുദ്ധ മൃഗപ്രായമായി നടക്കുന്നില്ലാത്തതുകൊണ്ട് വ്യഭിചാരികളാണെന്നാണോ? പതിവ്രതാധർമ്മം ഇല്ലെന്നോ മാധവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര അബദ്ധമായ വിചാരം വേറെ യാതൊന്നുമില്ല. യൂറോപ്പ്, അമേരിക്ക മുതലായ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. ഈ രാജ്യങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഠിപ്പ്, അറിവ്, സ്വതന്ത്രത ഇതെല്ലാം ഒരുപോലെയല്ലേ? ഈ സ്ത്രീകളെല്ലാം വ്യഭിചാരികളോ? ഈ ദിക്കിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് വല്ല വിദ്യാഭ്യാസവും ഉണ്ടായാൽ അവളുമായി സംസാരിച്ച് വിനോദിപ്പാൻ പോകുന്ന എല്ലാ പുരുഷന്മാരും
അവളുടെ രഹസ്യക്കാരാണെന്ന് ക്ഷണേന ഊഹിച്ചു കളയുന്നു. ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട്? സംഗീതവിദ്യ പരിചയിച്ച ഒരു സ്ത്രീ പാടുന്നത് കേട്ടപ്പോൾ ഒരു 10 പുരുഷന്മാർ ഒന്നായി ചെന്നിരുന്ന് കേട്ടുപോന്നാൽ ആ 10 പുരുഷന്മാരും അവളുടെ ജാരന്മാരായി എന്ന് പറയും. വിഡ്ഢികളായ നിങ്ങൾ! പുരുഷന്മാർ അങ്ങനെ തന്നെ ചെയ്യുന്നതിന് ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് നിവൃത്തിയാണുള്ളത്? നിങ്ങൾ പുരുഷന്മാർ തൻ്റെയിടമുള്ളവരാണെങ്കിൽ സ്വജാതി സ്ത്രീകൾക്ക് ഈ വിധം അപമാനമുണ്ടാകുവാൻ ഇടവരുത്തുമോ? ഒരു സ്ത്രീക്ക് പതിവ്രതാധർമ്മത്തെ അശേഷം കളയാതെ അന്യപുരുഷന്മാരുമായി പല വിധത്തിലും വിനോദിപ്പാനും രസിപ്പാനും സംഗതികളും സ്വതന്ത്രതകളും ഉണ്ടാവാം. അങ്ങനെ വിനോദിക്കുന്നതും രസിക്കുന്നതും എല്ലാം വ്യഭിചാരത്തിനുള്ള ഏക വിചാരത്തിന്മേലാണെന്ന് ദുർബുദ്ധികൾ ധരിച്ചു വെറുതെ കേരളീയ സുന്ദരിമാരെ അപമാനിക്കുന്നതിൽ മാധവൻ കൂടി ചേർന്നത് എനിക്ക് അത്യാത്ഭുതമായിരിക്കുന്നു. എൻ്റെ വിചാരത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മൃഗങ്ങളെപ്പോലെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് വ്യഭിചാരത്തിന് അധികവും ഹേതു എന്നാകുന്നു. ഒരു പശുവിനോ ശ്വാവിനോ വ്യഭിചാരത്തിൽ ലജ്ജയുണ്ടോ? എന്നാൽ പഠിപ്പും അറിവും ഉള്ളവർക്ക് ഒരു കാലവും വ്യഭിചാരത്തിൽ ശക്തി വരാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദുർബുദ്ധിയും ദുർവ്യാപാരവും എത്ര പഠിപ്പുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാവാം. അതുണ്ടാകുന്നത് പഠിപ്പ് കൊണ്ടും അറിവ് കൊണ്ടുമാണെന്ന് ചില ഭോഷന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. പഠിപ്പും അറിവും ഈ വക ദുർബുദ്ധിയെ നശിപ്പിക്കാനുള്ള മുഖ്യ കാരണങ്ങളാണ്. ഭർത്താവിനെ ഇഷ്ടം പോലെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് മാധവൻ ഒരു ദോഷം പറയുന്നുണ്ട്. മര്യാദയില്ലാത്ത ചില സ്ത്രീകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുവാനുള്ള ഒരു സ്വതന്ത്രത ഞങ്ങൾക്കുള്ളത് എത്രയോ ശ്ലാഘനീയമായ ഒരവസ്ഥയാണ്. യൂറോപ്പിൽ കൂടി ഈ സ്വതന്ത്രത ഇല്ല. യൂറോപ്പിലുള്ള ബുദ്ധിശാലികളായ ചില ആളുകളും അമേരിക്ക രാജ്യത്തിലുള്ള വളരെ മഹാന്മാരും ഈ സ്വതന്ത്രത എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രത ഇല്ലായ്കയാൽ എത്ര ഭാര്യ ഭർത്താക്കന്മാർ യൂറോപ്പിലും ഇന്ത്യയിലും സങ്കടം അനുഭവിക്കുന്നു. ഈ സ്വതന്ത്രതയെ ദുർവൃത്തിയായി ഉപയോഗിക്കാതെ ശരിയായി ആവശ്യമുള്ള ദിക്കിൽ മാത്രം ഉപയോഗിച്ചു വന്നാൽ അത് സ്ത്രീ പുരുഷന്മാർക്ക് വളരെ ഉപകാരമായി വരുന്നതാണ്. ഈ സ്വതന്ത്രത ഉണ്ടെന്ന് വെച്ച് മലയാളത്തിൽ എത്ര സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നുണ്ട്? എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിക്കുന്നുണ്ട്? ഈ മാതിരി എത്ര കാര്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ ഈ മലയാളത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാധവന് കൃത്യമായി ഒരു കണക്കെ എടുക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ തോന്നും 1000-1 കൂടെ ഉണ്ടായി എന്ന് പറയുവാൻ സംശയിക്കേണ്ടതാണെന്ന്. ചിലപ്പോൾ ചിലതൊക്കെയുണ്ടാകും, അതിന് കാരണങ്ങളും ഉണ്ടായിരിക്കും. അകാരണമായും ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളുടെ ദുർബുദ്ധിയാലും ദുർലഭം ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ അവ കേരളീയ സ്ത്രീകൾക്ക് സർവ്വസാധാരണയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാത്രം അപമാനിക്കുന്നത് കഷ്ടമാണ്. ഈ സ്വതന്ത്രത ഉണ്ടാവുന്നത് നല്ലതാണ്, എന്നാൽ അത് വേണ്ട ദിക്കിലേ ഉപയോഗിക്കാവൂ. ചിലപ്പോൾ ചിലർ വേണ്ടാത്ത ദിക്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അപമാനവും സിദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് ആ സ്വതന്ത്രതയുടെ ദോഷമല്ല, അതിനെ തെറ്റായി ഉപയോഗിക്കുന്നതിനാലുള്ള ദോഷമാണ്. അതുകൊണ്ട് മാധവന് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ മുഴുവൻ വർഗക്കാരിൽ ഈ ദുഷ്യാരോപണം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിശ്ചയം തന്നെ. മാധവൻ: ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടപ്പോഴെല്ലാം യഥേഷ്ടം അന്യോന്യമുള്ള സംബന്ധം വിടർത്താൻ അവരിരുവരിലും ആർക്കെങ്കിലും അധികാരമുണ്ടായി വരുന്നത് നല്ല സ്വതന്ത്രതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നിലയായാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരു കരാറിനാൽ ഉണ്ടാവുന്ന സംബന്ധം പോലെയായി. അതിലൊരു രുചിയും ശ്ലാഘ്യതയും എനിക്ക് തോന്നുന്നില്ല. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: എന്നാൽ മലയാള മാതിരിയുള്ള സംബന്ധത്തിൽ മാധവൻ രുചിയില്ലായിരിക്കും അല്ലേ? മാധവൻ: ഇല്ല. ഇന്ദുലേഖ: അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞില്ലേ അന്യരാജ്യത്തെങ്ങാനും പോയിക്കൊള്ളാം എന്ന്. അങ്ങനെ ചെയ്യൂ, അതാണ് നല്ലത്. മാധവൻ: അതിനു തന്നെയാണ് ഭാവം. ഇന്ദുലേഖയ്ക്ക് അതിന് സമ്മതം തന്നെയോ? ഇന്ദുലേഖ: എൻ്റെ സമ്മതം എന്തിനാണ്? മാധവൻ: ഇന്ദുലേഖ എൻ്റെ ഭാര്യയായിരിക്കുമെങ്കിൽ എനിക്ക് മലയാളം തന്നെയാണ് സ്വർഗം.
ഇന്ദുലേഖ: അപ്പോൾ മലയാള മാതിരി സംബന്ധം സാരമില്ലാത്ത മാതിരിയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിലെ എന്തിന് കാക്ഷിക്കുന്നു? മാധവൻ: അത് ഇന്ദുലേഖയ്ക്കും എനിക്കും സംബന്ധിക്കുകയില്ല. ഇന്ദുലേഖ: ശരി, നല്ല വാക്ക്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദുലേഖയുടെ അമ്മ മുകളിലേക്ക് വന്നും രണ്ടാളെയും പരിഹാസം തുടങ്ങി. അപ്പോഴത്തെ സ്വകാര്യ സല്ലാപവും അന്നത്തെ നായാട്ടും മാധവന് മുടങ്ങുകയും ചെയ്തു. ഇനി ഈ പൂർവകഥ ചുരുക്കി പറയുന്നു. മാധവൻ ക്രമേണ വ്യഥ സഹിപ്പാൻ പാടില്ലാതെ ആയിത്തുടങ്ങി. ഭക്ഷണം, നിദ്ര ഈ വകയിൽ അശേഷം ശ്രദ്ധയില്ലാതെയായി എന്ന് തന്നെ പറയാം. ഇന്ദുലേഖയുടെ മാളികയിൽ അധികം പോയി ഇരിക്കാറും ഇല്ലാതായി. ഒരു ദിവസം ഇന്ദുലേഖയുമായി മാധവന്റെ അമ്മ പാർവതിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഗതിവശാൽ മാധവന്റെ പ്രസ്താവം വന്നതിൽ എന്തോ അകാരണമായി ഒരു കുണ്ഠിതം എന്ന് പാർവതിയമ്മ പറഞ്ഞു. ഇന്ദുലേഖ: അകാരണമായിരിക്കില്ല പാർവതിയമ്മ. ഞാൻ ഒരു കാരണവും കാണുന്നില്ല. ചോറ് അവൻ ഉണ്ണുന്നില്ല. 2 നേരവും കൂടെ കഷ്ടിച്ച് ഉരിയരി ചെല്ലുന്നില്ല. പാലോ ചായയോ ഒന്നും തന്നെ കഴിക്കുന്നില്ല. രാത്രി അവന് ഉറക്കവുമില്ലെന്ന് കൂടെയുള്ളവർ പറയുന്നു. എന്തോ വല്ല ദീനവും ഒന്ന് പിടിക്കുമോ എന്നറിഞ്ഞില്ല. ഇന്ദുലേഖ: എന്നാൽ ഞാനൊന്ന് ചോദിക്കാം, ഇങ്ങോട്ട് വരാൻ പറയൂ. പാർവതിയമ്മ പോയി മാധവനോട് പറഞ്ഞു. മാധവൻ ഇന്ദുലേഖയുടെ മാളികന്മേൽ ചെന്നു. ഇന്ദുലേഖ: എന്താ ഈയിടെ ഇങ്ങോട്ട് വരവൊന്ന് ചുരുങ്ങിയിരിക്കുന്നു? മാധവൻ: വരാൻ എനിക്ക് മനസ്സിന് അശേഷം സുഖമില്ല. ഇന്ദുലേഖ: ഇവിടെ വരുമ്പോഴാണ് സുഖേട്. മാധവൻ: അതെ, സുഖക്കേട് അധികമാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. സുഖക്കേട് സാധാരണ എല്ലായ്പ്പോഴും ഉണ്ട്. ഇന്ദുലേഖ: ഞാൻ മേൽ കഴുകാൻ പോകുന്നു. ആ കോച്ചിന്മേൽ ന്യൂസ് പേപ്പർ വായിച്ച് കിടക്കൂ. ഞാൻ ക്ഷണം വരാം, എന്നിട്ട് വിവരങ്ങൾ പറയാം. മാധവൻ കോച്ചിന്മേൽ കിടന്നു. ന്യൂസ് പേപ്പർ തൊട്ടില്ല. ഇന്ദുലേഖ: ന്യൂസ് പേപ്പർ എന്ത് പിഴച്ചു എന്ന് ചോദിച്ച് ചിരിച്ചും കൊണ്ട് മേൽ കഴുകാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ മുകളിലേക്കൊരു ബാല്യക്കാരൻ മാധവന് ഒരു കമ്പി വർത്തമാന ലക്കോട്ട് കൊണ്ടുകയറുന്നത് കണ്ടു. എന്തോ പരീക്ഷയുടെ സംഗതിയായിരിക്കുമെന്ന് വിചാരിച്ച് ലക്കോട്ട് ഇന്ദുലേഖ സംശയം കൂടാതെ വാങ്ങി പൊളിച്ചു വായിച്ചപ്പോൾ ബഹു സന്തോഷമായി. ഉടനെ ഓടിക്കൊണ്ട് മുകളിൽ ചെന്ന് BL ജയിച്ചു എന്ന് പറഞ്ഞ് മാധവന്റെ അടുക്കെ കമ്പി വർത്തമാന കടലാസും കൊണ്ടുപോയി നിന്നു. മാധവൻ: ശരി, നന്നായി എന്ന് മാത്രം പറഞ്ഞു. കടലാസ് വാങ്ങിയതേയില്ല. പിന്നെ ഒരക്ഷരവും ഉരിയടിയില്ല. കിടന്നിടത്ത് നിന്ന് ഇളകിയതേയില്ല. ഇന്ദുലേഖയുടെ ചന്ദ്രബിംബ സമമായ മുഖത്ത് ഒരു സങ്കടത്തോടുകൂടെ എന്ന പോലെ നോക്കിക്കൊണ്ട് കിടന്നതേയുള്ളൂ. ഇത് കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് അതികഠിനമായ ഒരു വ്യഥ ഉണ്ടായി. എങ്കിലും അതിനെ ധൈര്യത്തോടെ അടക്കി. ഇന്ദുലേഖ: ഇത് എന്ത് കഥയാണ്? ഒരു വ്യസനഭാവം കാണുന്നത്. BL 1ാം ക്ലാസ്സിൽ 1ാമനായി വിജയിച്ചു എന്നറിഞ്ഞാൽ ഇത്ര വ്യസനമോ? ഇങ്ങനെ അനാസ്ഥനായി കിടക്കുന്നത് ആശ്ചര്യം. മാധവൻ: എനിക്ക് ഇതിൽ ഒരവസ്ഥയും ഇല്ല. BL പാസ്സായാലും ഇല്ലെങ്കിലും എല്ലാം എനിക്ക് ഒരുപോലെ. ഇന്ദുലേഖ: ജയിച്ച വിവരം ഞാൻ പോയി വലിയച്ഛനോടും നമ്മൾ രണ്ടാളുടെ അമ്മമാരോടും പറയട്ടെ. ഞാൻ തന്നെ ഓടിപ്പോയി പറയും. അവർക്കെങ്കിലും സന്തോഷമുണ്ടാകും. മാധവൻ: എന്തിന് ഇന്ദുലേഖ ഇത്ര ബുദ്ധിമുട്ടുന്നു? അവരോടൊക്കെ ഞാൻ തന്നെ പോയി സാവധാനത്തിൽ പറയാമല്ലോ. എന്താണ് ബന്ധപ്പാട്? ഇന്ദുലേഖ: ഞാൻ തന്നെ ക്ഷണം പോയി പറയും. ടെലിഗ്രാം അയക്കണ്ടേ? ടെലിഗ്രാം വായിക്കണ്ടേ? ഇതാ നോക്കൂ. മാധവൻ: എനിക്ക് വായിക്കണമെന്നില്ല. എനിക്ക് ഈ BL പാസ്സായതിൽ ഒരു സന്തോഷവുമില്ല. ഇന്ദുലേഖ: അതെന്തുകൊണ്ട്? മാധവൻ: എൻ്റെ മനസ്സിൻ്റെ വ്യസനം കൊണ്ട്. ഇന്ദുലേഖ: BL പാസ്സായാൽ വ്യസനമാണോ? മാധവൻ: ഇന്ദുലേഖയ്ക്ക് ഇത്ര കഠിനമായ കല്ലുപോലത്തെ ഹൃദയമായത് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തി. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്? മുഴുവൻ പറയരുതേ. മാധവൻ: അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്? ഇന്ദുലേഖ ഈ വാക്കും പറഞ്ഞുകൊണ്ട് മാധവന്റെ സമീപത്തിൽ കുറേ കൂടി അടുത്തു നിന്നു. മാധവൻ: അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഈ സങ്കടവും നാശവും വരികയില്ലായിരുന്നു. ഇന്ദുലേഖ: സങ്കടവും നാശവും അല്ലേ? മാധവൻ: മനസ്സ് ഇത്രയും നിർദ്ദയമായി പോയല്ലോ. ഇന്ദുലേഖ: ആട്ടെ, ആ വിവരം ഞാൻ വന്നിട്ട് പറയാം. BL ജയിച്ച വിവരം എനിക്ക് തന്നെ പോയി വലിയച്ഛനോടും നമ്മുടെ രണ്ടാളുടെയും അമ്മമാരോടും പറയണം.
ഞാനിതാ പോകുന്നു, ഓടിപ്പോയി പറഞ്ഞു വരാം. ഇവിടെ തന്നെ കിടക്കൂ. പരീക്ഷയിൽ ജയിച്ചു എന്ന് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് വേണ്ടത്. മാധവൻ: ഇന്ദുലേഖ, എനിക്ക് വേണ്ടി ഇത്ര ബുദ്ധിമുട്ടണ്ട. എനിക്ക് പാസ്സായതിൽ ഒരു സന്തോഷവുമില്ല. എൻ്റെ ജീവനും ശരീരവും വേർവിടണം എന്ന് ദൈവത്തോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാണവേദനയിൽ എനിക്ക് എന്ത് പരീക്ഷ എന്ന് പറഞ്ഞപ്പോഴേക്കും മാധവന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മാധവന്റെ ഈ സ്ഥിതി കണ്ടപ്പോൾ ഇന്ദുലേഖയുടെ ഹൃദയം കഠിനമായി ദഹിച്ചുപോയി എന്ന് തന്നെ പറയാം. തനിക്ക് തൽക്ഷണം ഒരു പ്രകാരത്തിലും അടക്കുവാൻ കഴിയില്ലാത്ത വിധം, ശക്തിയില്ലാത്ത വിധം അത്യുത്കടമായി ഉണ്ടായ വ്യസനാനുരാഗങ്ങളാൽ കേവലം പരവശയായി ഇന്ദുലേഖ കോച്ചിന്മേലേക്ക് അടുത്തു ചെന്ന് മാധവന്റെ അതികോമളമായ മുഖം തൻ്റെ ചന്ദ്രവദനത്തിൽ ചേർത്ത് ദീർഘനിശ്വാസത്തോടെ അധരങ്ങളിൽ ഒരു ചുംബനം ചെയ്തു. എൻ്റെ ജീവനാഥനായുള്ള ഭർത്താവേ, എന്തിനിങ്ങനെ വ്യസനിക്കുന്നു? ഞാൻ അങ്ങേ 2 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ മനസ്സിൽ ഭർത്താവാക്കി വച്ചിരിക്കുന്നു. യഥേഷ്ടം സുഖമായി ഇരുന്നു കൊള്ളണം. എൻ്റെ മനസ്സ് ഇതുവരെ മാധവനെ ഒഴികെ ഒരാളെയും കാമിച്ചിട്ടില്ല, ഇനി കാമിക്കുന്നതുമില്ല. പറഞ്ഞ് മാധവന്റെ മാറത്തു തന്നെ ഒരു നിമിഷ നേരം കിടന്നു. മാധവന്റെ കണ്ണീർ തൻ്റെ കൈകൊണ്ട് തുടച്ചു. പിന്നെ എണീറ്റു നിന്നു. ഇന്ദുലേഖ ആദ്യം പറഞ്ഞ 2-4 വാക്കുകൾ മാത്രമേ മാധവൻ നന്നായി കേട്ടുള്ളൂ. ഉടനെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പോയതിനാൽ ഒന്നും കേൾക്കാതെയും കാണാതെയുമായി അല്പനേരം കഴിഞ്ഞ് സുബോധം വന്നതുപോലെ എഴുന്നേറ്റു. മാധവൻ: ഇനി ഞാൻ BL പാസ്സായി എന്ന് എല്ലാവരോടും പറഞ്ഞോളൂ. എനിക്ക് ഈ ജന്മം വരുന്ന സകല ശ്രേയസ്സുകളും അഭ്യുദയങ്ങളും ഇന്ദുലേഖ കൂടി എന്നോടു കൂടെ അനുഭവിക്കുന്നതായാലേ ഈ ഇഹലോകവാസത്തിനു ഞാൻ ഇച്ഛിക്കുന്നുള്ളൂ. അത് എനിക്ക് സാധ്യമായി. ഞാൻ മഹാഭാഗ്യവാൻ തന്നെ, സംശയമില്ല. ഇനി ഞാൻ പാസ്സായ വിവരം ഇന്ദുലേഖ തന്നെ പോയി അറിയിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയാണ് ഇവരുടെ അന്ധക്കരണ വിവാഹം മുമ്പ് തന്നെ കഴിച്ചു വച്ചിരുന്നത്. എന്നാൽ ഇവർ തമ്മിൽ ചേർച്ചയായിരിക്കുന്നു എന്നും ഒരു സമയം മാധവൻ തന്നെയാണ് ഇന്ദുലേഖയുടെ ഭർത്താവായിരിക്കാൻ ഇടയുള്ളത് എന്നും പഞ്ചുമേനോൻ അറിഞ്ഞിട്ടുണ്ട്. തനിക്ക് അതിൽ വളരെ സുഖം തോന്നിയില്ലെങ്കിലും കേവലം വിരസത അന്ന് ഭാവിച്ചിട്ടില്ലായിരുന്നു.